നമ്മുടെ ഓർമ്മകൾ ഒരുപാട് ഓടിക്കളിക്കുന്നത് മാഞ്ചുവട്ടിൽ മാത്രമല്ല, മാമ്പഴക്കറിയിലും ഉണ്ടാവും. ചില മാമ്പഴക്കറികളൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഓർമ്മകൾ ഒരുപാട് പിന്നാലെ പോകാറുണ്ട്. അങ്ങനെ ഒരു കറിയാണ് ഉപ്പുമാങ്ങ കറി. നല്ല ചുവന്നുള്ളിയും ജീരകവും പച്ചക്കറിവേപ്പിലയും ഒക്കെ ചേർത്തരച്ച് ഉലുവയും കടുക് വറുത്തിടുന്ന ഒരു കിടിലൻ ഉപ്പുമാങ്ങ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത്. മാമ്പഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാങ്ങ കിട്ടുന്ന സമയത്ത് തന്നെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇതിൻ്റെ തൊലി നമുക്കങ്ങ് ഊരിക്കളയാം. തൊലി വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ല എങ്കിൽ ഊരിക്കളയാം. മാങ്ങ ഉപ്പിലിട്ടിരുന്ന ആ വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ആ വെള്ളം കാന്താരിയൊക്കെ ചേർന്നാണ്, അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പൊക്കെ നോക്കിയിടണം, ഒരുപാട് ആദ്യമേ ഇടരുത്. മഞ്ഞളും, ഒരു 2 തണ്ട് കറിവേപ്പില, അതൊന്ന് ചോപ്പ് ചെയ്തിടാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഇനി ഇത് നമുക്ക് തിളപ്പിക്കാം. ചട്ടിക്കകത്ത് വെക്കേണ്ടതാണ്. ഗ്യാസ് പ്രശ്നം ഉള്ളത് കൊണ്ട്, ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിനകത്താണ് വെക്കുന്നത്. അടച്ച് വെക്കുകയാണ്, തിളച്ച് തൂകാതെ നോക്കണം. തിളയ്ക്കുന്നുണ്ട് അത് നല്ലപോലെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മാങ്ങ നല്ലപോലെ കാന്താരിയുടെ മണം വന്നിട്ട് എനിക്ക് ചുമ വരുന്നു കേട്ടോ, സ്ട്രോങ് ആണ് സംഭവം. മാങ്ങ നല്ലതുപോലെ വേകണം. കറിക്ക് അരപ്പിനായിട്ട് നമുക്ക് തേങ്ങ ഇടാം. ഇതിനൊരൽപ്പം തേങ്ങ വേണം. അതിലേക്ക് കാന്താരി, നമ്മൾ കുറച്ച് കാന്താരി ഓൾറെഡി ഇട്ടതാണ്, അതുകൊണ്ട് ഒരുപാട് ഇട്ട് എരി കൂട്ടിക്കളയണ്ട. കൊച്ചുള്ളി, വെളുത്തുള്ളി വേണം. കൊച്ചുള്ളി മാത്രം ഇട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അതിലേക്ക് ജീരകം, ചുവന്നുള്ളി, ജീരകം, ഉലുവ, അതാണ് ഇതിന് ടേസ്റ്റ് മേക്കിംഗ്. ഇതൊരൽപ്പം ഉപ്പും കൂടി ഇടാം. അത് കണക്കാക്കി ഇടണം. നേരത്തെ നമ്മൾ ഉപ്പ് മാങ്ങയാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് 1 തണ്ട് പച്ചക്കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചുകൊണ്ട് വരാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മാങ്ങ ഇളക്കി കൊടുക്കണം. കാര്യം ഒന്ന് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. ഇതിനകത്തെ വെള്ളം ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഇനി ഇതിൽ നിന്ന് വേണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് തണുപ്പിച്ചിട്ട് നമുക്ക് അത് ചേർത്ത് അരയ്ക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. നല്ല നാരുള്ള മാങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത്. ചക്കര മാങ്ങ, നാട്ടുമാങ്ങ, അതൊക്കെ. അരപ്പരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഉടച്ച് ചേർക്കാം. അപ്പം നമുക്കിനി അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം. അത് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ് തിളപ്പിക്കേണ്ട, നല്ലതുപോലെ ആവി വന്നാൽ മതി. ഈ ബ്ലെൻഡർ ഒന്ന് റിൻസ് ചെയ്ത് നമുക്ക് ആവശ്യമെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിക്കാം. ഇങ്ങനെയും ഒരിക്കലൊന്ന് ചെയ്ത് നോക്കണം. മഞ്ഞൾ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം മഞ്ഞളും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇനി ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനകത്ത് ഉലുവ ചേർത്ത് കടുക് വറുത്തിട്ടാൽ മതി. നമ്മുടെ മാങ്ങക്കറി റെഡിയാവും. പഴയ തലമുറകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന റെസിപ്പിയാണ്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ മറ്റു പലതിനും അങ്ങ് വഴിമാറിപ്പോയി. ആവി വന്നു കഴിഞ്ഞാൽ ഇത് അടുപ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, സ്വിച്ച് ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിന് കടുക് വറുത്ത് ചേർത്താൽ മതി. സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ അത്രയും മതി. അപ്പം ഞാനിത് മാറ്റിയിട്ട് ഇനി നമുക്ക് കടുക് വറുക്കാം. ആ പാത്രം ചൂടാകുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിക്കാം. കടുക് പൊട്ടുന്നുടനെ അതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉലുവ. ഉലുവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഐറ്റം. ഷാലറ്റ്സ് ആണ് ഇട്ടത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയി. ഉലുവ പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുള്ളിയും കൂടി ഇട്ടു. അവിടെയും ഇവിടെയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യണം. അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. പിന്നീട് അതിനകത്തേക്ക് ഈ വറ്റൽമുളകും കൂടി ഇടണം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒടുവിലായിട്ട് ഇച്ചിരി കായം, ഒരു 1/8 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ കമൻസൊക്കെ, അല്ലെങ്കിൽ സജഷൻസ്, കറക്ഷൻസൊക്കെ കമൻസായിട്ട് കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പഴം കഞ്ഞിയുടെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് സംഭവമാണിത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ, ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.